നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് വിത്ത് പ്രജ്ഞ ആൻഡ് പ്രവിതയിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ ഒരു ദിനം കൂടി അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒപ്പം വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ് അടുത്ത ഒരു മണിക്കൂർ നേരം. എല്ലാവർക്കും അറിയും പോലെ ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ചെയ്യുന്നത് ഷിരൂരിലെ തെരച്ചിൽ തന്നെയാണ്. നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തിരയുന്നയാൾ മലയാളിയായ അർജുനാണ്. അവിടെ കാണാതായ അർജുനുള്ള തെരച്ചിൽ നടക്കുന്നു. ഒപ്പം അർജുൻ്റെ വാഹനം കണ്ടെത്താനുള്ള തെരച്ചിൽ നടക്കുന്നു. പ്രതീക്ഷകൾ ഇങ്ങനെ ഓരോ ദിവസവും കഴിയുന്തോറും അതിങ്ങനെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം, അല്ലേ? അതെ, ആ ഒരു സങ്കട വാർത്ത അത് അങ്ങനെ തന്നെ ആ ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഒളിമ്പിക്സിന് തുടക്കമാകുന്നു എന്നുള്ളതാണ്. 11 മണിയോടെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമാകും. അപ്പോൾ ഇതും പ്രേക്ഷകരിലേക്ക് ഈ വാർത്തയും ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ഷിരൂരിലെ രക്ഷാദൗത്യം 11ാം ദിവസവും ഫലം കണ്ടില്ല. ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് വെല്ലുവിളി. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന് ഉത്തര കന്നഡ കലക്ടർ. നദിയിൽ ഉറപ്പിക്കാവുന്ന ചങ്ങാടങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കും. പ്രതിസന്ധിയിലും ദൗത്യം തുടരുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നാവികസേനയുടെ കൂടുതൽ സഹായം തേടി പ്രതിരോധ മന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത്. അർജുന്റെ കുടുംബത്തിനു നേരെയുള്ള സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. നീറ്റ് പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 17 വിദ്യാർത്ഥികൾക്ക് 1ാം റാങ്ക്. നീറ്റ് UG ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലമറിയാം. കൗൺസിലിംഗിന്റെ സമയക്രമം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് NTA. ഈ ഒരു വിധിയിലേക്ക് വന്നതിൽ കാരണം റീനീറ്റ് വരുമെന്ന് പേടിച്ച് ഒരു ആശങ്കയിലായിരുന്നു. ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കണ്ണൂർ സ്വദേശി ശ്രീനന്ദ് ശർമിളിന് 1ാം റാങ്ക്. KPCC യോഗത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായ വിമർശനത്തിന് പിന്നാലെ കോൺഗ്രസിൽ പുതിയ പോര്. തിരുവനന്തപുരം DCCയുടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് VD സതീശൻ. പാർട്ടിയിൽ പറഞ്ഞതും പറയാത്തതും പുറത്തുവിടുന്നത് ആരാണെന്ന് നേതൃത്വം അന്വേഷിച്ചാൽ നന്നായിരിക്കുമെന്ന് VD സതീശൻ. ജനാധിപത്യത്തിൽ വിമർശനം സ്വാഭാവികമെന്ന് K സുധാകരൻ. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷിക ദിനത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി. നിഴൽ യുദ്ധം നടത്തി തോൽപ്പിക്കാനാകില്ല. പാകിസ്ഥാന്റെ ദുഷ്ടലക്ഷ്യങ്ങൾ തകർക്കുമെന്നും മോദി. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിച്ച് പ്രധാനമന്ത്രി. തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് കോടികൾ തട്ടിയ ജീവനക്കാരി കീഴടങ്ങി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് അസിസ്റ്റന്റ് മാനേജർ ധന്യ മോഹൻ. വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി ധന്യ തട്ടിയത് 20 കോടിയോളം രൂപ. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ അറസ്റ്റിൽ. പിടിയിലായത് ഉടുപ്പിയിൽ നിന്ന്. തിരുവല്ലയിൽ കാറിൽ ദമ്പതികൾ വെന്തുമരിച്ച സംഭവം ആത്മഹത്യയെന്ന് പോലീസ്. ഏകമകൻ ലഹരിക്കടിമയെന്ന് ആത്മഹത്യാക്കുറിപ്പ്. നിർത്തിയിട്ട കാറിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുകലശ്ശേരി സ്വദേശി രാജു തോമസിനെയും ഭാര്യ ലൈജി തോമസിനെയും. കൊല്ലം പരവൂരിൽ മകന്റെ മർദ്ദനമേറ്റ് കിടപ്പ് രോഗിയായ പിതാവിന് ദാരുണാന്ത്യം. പാലക്കാട് ഗായത്രിപ്പുഴയിലെ കുത്തൊഴുക്കൽ സ്കൂളിലേക്ക് കുട്ടികളുടെ സാഹസിക യാത്ര. ദൃശ്യങ്ങൾ 24-ന്. കൈകോർത്ത് പിടിച്ച വിദ്യാർത്ഥികൾ നദി കടക്കുന്നത് മുതലമട ചുള്ളിയാർ മേട്ടിൽ. 2018-ലെ പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം. മാലിന്യ പ്രശ്നത്തിൽ തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകൾക്ക് ഹൈക്കോടതിയുടെ വിമർശനം. തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥ പരിതാപകരമെന്ന നിരീക്ഷണം. ആമിഴഞ്ചാൻ തോട്ടിൽ മാലിന്യമെറിയുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് കോടതി. തിരുവനന്തപുരം കോർപ്പറേഷനുമായി സഹകരിക്കുമെന്ന് റെയിൽവേ. ഗവി പത്തനംതിട്ട പാതയിൽ KSRTC ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. സംഭവം ഇന്നലെ വൈകിട്ട് കൊച്ചുപറമ്പ്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കൊല്ലം കുളത്തൂപ്പുഴ 50 ഏക്കറിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ട്.
നമ്മുടെ ആദ്യത്തെ വാർത്ത നേരെ കർണാടക ഷിരൂരിൽ നിന്നുള്ളതാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 11ാം ദിവസവും ലക്ഷ്യം കാണാതെ അവസാനിപ്പിച്ചു. അടിയൊഴുക്കിന്റെ ശക്തി കുറയാത്തതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്നും ഗംഗാവാലി പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. നാളെ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പുഴയിലെ മൺകൂനയിൽ നിന്ന് 4ാമതൊരു സിഗ്നൽ കൂടി ഇന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൗത്യം അവസാനിപ്പിക്കരുതെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ലോഹസാന്നിധ്യമുള്ള 3 ഇടങ്ങളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇന്ന് പുഴയിലെ മൺകൂനയിൽ ലോഹസാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ച 3ാമത്തെ സ്പോട്ടിൽ തന്നെയാണ് അർജുൻ ഓടിച്ച ലോറിയുള്ളതെന്ന് ദൗത്യസംഘം കരുതുന്നു. ഇവിടം കേന്ദ്രീകരിച്ചു തന്നെയാണ് തിരച്ചിലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു. In every angle we have finalized that, Baba, that is the particular place wherein we have to search. That search is going on. തിരച്ചിലിന്റെ 11ാം ദിവസത്തിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ. Now the team has to give us the exact locations of the point where the truck is. No, they had tried it out. They could not get any thermal signals. Even yesterday, as you saw, it was raining heavily. They could not conduct any operations in the night. So today morning they have tried and they have given us a negative. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കിന് ഇന്നും കുറവുണ്ടായില്ല. ഒഴുക്കിന്റെ ശക്തി നിലവിൽ 7 നോട്ടിന് മുകളിലാണ്. ഇത് 2 നോട്ടിലേക്ക് എത്തിയാൽ മാത്രമേ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങി പരിശോധന നടത്താൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്രതലം അഥവാ ഫ്ലോട്ടിംഗ് പോൺടൂൺ എത്തിക്കാൻ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ദൗത്യമേഖലയിലെത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസ് യോഗത്തിൽ പങ്കെടുത്തു. സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാകാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയാണ് അർജുന്റെ ബന്ധു പങ്കുവച്ചത്. എത്രത്തോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും എന്ന് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എത്രത്തോളം നീണ്ടു പോകുന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണെന്ന് എന്തെങ്കിലും കൂടുതൽ ആൾക്കാരെ സഹായം തേടിയിട്ട് പെട്ടെന്ന് വണ്ടി റിക്കവർ ചെയ്തിട്ട് അവനെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. അപകട സമയത്ത് അർജുൻ ലോറിക്കുള്ളിൽ തന്നെയായിരുന്നോ എന്ന സംശയവും നിലവിലുണ്ട്. ചായക്കടയുണ്ടായിരുന്ന സ്ഥലത്തെ മണ്ണുമാറ്റിയും ഇന്ന് പരിശോധന നടന്നു. ഇതുവരെ നടത്തിയ തിരച്ചിലിന്റെ വിശദാംശങ്ങൾ ദൗത്യസംഘം കാർവാർ ജില്ലാ കളക്ടർക്ക് കൈമാറും. MLA, SP, കര നാവികസേനകൾ, SDRF, NDRF എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുക. ടീം 24 ഷിരൂർ. അപ്പോൾ ഇന്ന് എന്താണ് അവിടെ നടന്നത്, ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതാ കഴിഞ്ഞ ഒരു 11 ദിവസം അല്ലേ, ഈ 11 ദിവസവും മലയാളികൾ ഒറ്റ കാര്യമാണ് ഏറ്റവും കൂടുതലായി തെരഞ്ഞെടുത്തത്. മറ്റൊന്നുമല്ല, അർജുൻ എവിടെ എന്നുള്ള ചോദ്യമാണ് അല്ലേ. അതെ, എന്തായാലും ആ ചോദ്യത്തിന് ഉടൻ തന്നെ ഉത്തരം കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ പങ്കുവച്ചത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അവിടുത്തെ മഴ ശക്തമാകുന്നു, അടിയൊഴുക്ക്, പുഴയിലെ അടിയൊഴുക്ക് ശക്തമാകുന്നു. മാത്രമല്ല, അർജുൻ്റെ ഈ ബന്ധു, സഹോദരി ഭർത്താവാണ്, അദ്ദേഹം പറഞ്ഞത് അർജുനെ കണ്ടെത്താനായി മറ്റൊരു ജീവൻ ബലി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത്രയധികം അടിയൊഴുക്കൊണ്ട് നാവികസേനയ്ക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യം എന്നൊക്കെ പറയുന്നത് അവർ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആദ്യ ദിനങ്ങളിൽ ഈ മണ്ണിനടിയിൽ, മണ്ണാഴത്തിലാണ് അർജുനും അർജുൻ്റെ വാഹനമുള്ളത് എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പിന്നീട് അധികൃതർ പറയുന്നു അല്ല, അവിടെയല്ല, നദിയിലാണ്, അവിടെ പുഴയിലെ ആഴത്തിലാണ് ആ വാഹനമുള്ളതെന്ന് പറയുന്നു. പക്ഷേ ലൊക്കേറ്റ് ചെയ്യാൻ കൃത്യമായി സാധിക്കുന്നില്ല. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ആ അഴലാഴം അതിങ്ങനെ കൂടിക്കൂടി വന്നു എന്ന് പറയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാളെ വീണ്ടും തെരച്ചിൽ നടത്താൻ പോകുമ്പോൾ കൂടുതൽ പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അപ്പോഴും കൃത്യമായി ഇത് എവിടെയാണ് സ്പോട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ ആർക്കും കഴിയുന്നുമില്ല. അങ്ങനെയുള്ള ഒരു 11 അനിശ്ചിതത്വത്തിൻ്റെയും ആശങ്കയുടെയും ദിനങ്ങളാണ് കടന്നുപോയത്. അതെ, തുടക്കത്തിൽ അനാസ്ഥയും ആശയക്കുഴപ്പവുമായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കാണ് പ്രധാന പ്രശ്നം. അർജുൻ ഓടിച്ച ലോറി പുഴയുടെ അടിത്തട്ടിലുണ്ടെന്ന് ഉറപ്പിച്ചെങ്കിലും അതിനുള്ളിൽ അർജുനുണ്ടോ എന്ന് നേരിട്ടെത്തി പരിശോധിക്കാൻ മുങ്ങൽ വിദഗ്ധർക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും അടുത്ത സാധ്യത തേടുന്നുണ്ട്. നാളെ അതിനുള്ള പുതിയ ഉപകരണങ്ങൾ വരും. അപ്പോൾ എന്താണ് ഈ 11 ദിവസം സംഭവിച്ചതെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു.
ഗംഗാവലി പുഴയുടെ തീരത്ത് ഉയർന്നു നിന്ന മണ്ണുമല നിലം പതിച്ചത് ഈ മാസം 16-ന്. ദേശീയപാതയും മൂടി അരികിൽ നിറഞ്ഞൊഴുകിയ പുഴയുടെ ഗതി പോലും മാറ്റിയ മഹാദുരന്തം. നിമിഷനേരം കൊണ്ട് പ്രദേശമാകെ ചെളിയും മണ്ണും കൊണ്ട് മൂടി. പാതയോരത്ത് ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മൺ നായിക്കിന്റെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഉൾപ്പെടെ 7 പേരുടെ മൃതദേഹം അന്ന് തന്നെ കണ്ടെത്തി. എന്നാൽ മണ്ണിനടിയിൽ അർജുനും ലോറിയും ഉണ്ടെന്ന വിവരം പുറത്തുവന്നത് 3 ദിവസത്തിനു ശേഷമാണ്. ദുരന്തമുഖത്ത് ആദ്യ 3 ദിനങ്ങളിൽ നാം കണ്ടത് കടുത്ത അനാസ്ഥയാണ്. മണ്ണിനടിയിലെ GPS ലൊക്കേഷനുമായി അർജുന്റെ ഉറ്റവർ അങ്കോളയിൽ സഹായം തേടാത്ത സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി 4-ാം ദിനം കർണാടകയിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ തെരച്ചിലിനിറങ്ങി. ആദ്യഘട്ടത്തിൽ GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് റേഡാർ പരിശോധന. 4 സിഗ്നൽ ലഭിച്ചു. പ്രതീക്ഷയോടെ മണ്ണ് നീക്കി. എന്നാൽ ലോറിയുടെ സാന്നിധ്യം എവിടെയും കണ്ടെത്താനായില്ല. അഞ്ചാം ദിനവും പരിശോധന തുടർന്നെങ്കിലും ആശാവഹമായ ഒന്നും തന്നെ കിട്ടിയില്ല. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലെന്ന് അർജുന്റെ കുടുംബവും നാട്ടുകാരും ആരോപിച്ചു. ഒടുവിൽ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ 6-ാം ദിനം സൈന്യമെത്തി. അതീവ ദുഷ്കര സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കരുത്തുള്ള സൈന്യത്തിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചു. 15 മീറ്റർ ആഴത്തിൽ പരിശോധന നടത്താൻ സഹായിക്കുന്ന ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള സൈന്യത്തിന്റെ തെരച്ചിലിൽ കരയിലെ കല്ലും മണ്ണും നിറഞ്ഞ ഭാഗത്ത് സിഗ്നൽ ലഭിച്ചു. വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിപ്പ്. മണിക്കൂറുകൾക്കകം അതും ലോറിയല്ല എന്ന് വ്യക്തമായി. പിന്നാലെ ലോറി കരയിലില്ലെന്ന സൈന്യത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. എട്ടാം ദിനത്തിലും ഷിരൂരിൽ സൈന്യം തുടർന്നു. നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ഗംഗാവലിയുടെ ആഴങ്ങളിൽ പരിശോധന നടത്തി. കനത്ത മഴയും പുഴയുടെ ഗതിമാറ്റവും രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. പത്താം ദിനത്തിലാണ് മറ്റ് നിർണായക സൂചനകൾ ലഭിച്ചത്. കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും പുഴയിൽ നടത്തിയ തെരച്ചിലിൽ കരയിൽ നിന്ന് 50 മീറ്റർ അകലെ ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. പക്ഷേ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ടീം 24 ഷിരൂർ. ഒരു വാർത്തയുണ്ട്. ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ജില്ലാ കളക്ടർക്ക് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വാർത്ത. ഷിരൂരിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ചാണ് ഈ ഡ്രോൺ പരിശോധന. അതുൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ മുഴുവൻ റിപ്പോർട്ടുകളും ഇന്ന് സമർപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിന്ന് ഇപ്പോൾ അല്പസമയം മുൻപാണ് സമർപ്പിക്കപ്പെട്ടതെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കാർവാർ ജില്ലാ കളക്ടർക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മലയാളികൾ എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ പോലും ചിലർ ഈ കുടുംബത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവുമായി രംഗത്ത് വന്നിരുന്നു. റിപ്പോർട്ട് കൊടുത്തതുമാണല്ലേ. അതെന്തായാലും അതിലിപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ സൈറ്റുകൾ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് ഇത്തരം വ്യാജ വാർത്ത വന്നത് എന്നത് പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അവർക്കെതിരെ നടപടി ഉണ്ടാകും. മാത്രമല്ല ഇത്തരം വ്യാജ വാർത്തകളൊക്കെ ഇതെന്താണ് ഇതിന്റെ ആധികാരികത എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് ഫോർവേഡ് ചെയ്തവർ നിങ്ങളും ഇതിൽ ഒരുപോലെ തന്നെ കുറ്റവാളികളാണ്. ഇപ്പം എല്ലാവരെയും കണ്ടെത്തി നടപടി എടുക്കുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും അതിലൊരു ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും, ഒരു പൗരനിൽ നമുക്ക് എല്ലാവർക്കും വേണമെന്നാണ്. ധാർമ്മികമായ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടെന്ന് പറയാം. എന്നാൽ ഇപ്പോൾ അർജുന്റെ അമ്മയുടെ സഹോദരി നൽകിയ പരാതി പ്രകാരമാണ് കോഴിക്കോട് സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നടപടിയുമായി പോലീസ്
ഒരു എന്താണ് പറയുക ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഒരു മുഖം നോക്കാൻ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചതാണ്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ മാത്രമല്ല ഈ അമ്മയുടെ സഹോദരിയെ മാധ്യമപ്രവർത്തക എന്ന് പറഞ്ഞ് ആണ് വ്യാജ വീഡിയോ സമച്ചിരിക്കുന്നത്. അവർ മാധ്യമപ്രവർത്തകയാണ് അമ്മയുടെ ചെവിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും അത് മുഴുവൻ തെറ്റാണെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. എന്തായാലും ആ സംഭവത്തിൽ അന്വേഷിച്ച് പോലീസ് ഉടൻ തന്നെ കടുത്ത നടപടി എടുക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ശരി, ഇനിയിപ്പോൾ നാളെ എന്താണ് ഷിരൂരിൽ നടക്കാൻ പോകുന്നത്? നാളത്തെ ദൗത്യത്തിൽ ഉപയോഗിക്കുന്ന പുതിയ ഡിവൈസുകൾ എന്താണ്? അത് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ദൗത്യം മുന്നോട്ട് പോവുക? ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പാറക്കിൽ ചേരുന്നുണ്ട്. അരുൺ, അപ്പോൾ ഇന്നത്തെ തെരച്ചിൽ നേരത്തെ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു, പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ നാളെ പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദൗത്യത്തെക്കുറിച്ച് എന്താണ് അധികൃതർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ? 11 ദിനം പ്രതീക്ഷയുടെ നാളുകളായിരുന്നു. പക്ഷേ 11ാം ദിനത്തിലും അർജുനെ കണ്ടെത്താനായില്ല. കൃത്യമായി അർജുൻ്റെ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനമായ പ്രശ്നമാണ്. അർജുൻ്റെ ലോറിയുടെ ക്യാബിൻ എങ്ങനെയാണ് കിടക്കുന്നത്, അതിൻ്റെ മറ്റു ഭാഗങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അർജുൻ്റെ ലോറി ഒരു സ്ഥലത്തുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഘടന എങ്ങനെയാണ്, ആ ക്യാബിൻ എങ്ങനെയാണ്, അതിനുള്ളിലേക്ക് എങ്ങനെ കയറുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആർമിക്കും അതുപോലെ തന്നെ നാവികസേനയ്ക്കുമൊന്നും പറയാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാനമായും പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ നദിയുടെ അടിയൊഴുക്കാണ്. ഈ അടിയൊഴുക്കിനെ മറികടന്നുകൊണ്ട് ഇനി എങ്ങനെ തെരച്ചിൽ നടത്താം എന്നുള്ളതാണ് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആലോചിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ മേഖലയെ, അതായത് ഷിരൂരിലെ ഈ കുന്നിടിഞ്ഞ മേഖലയെ, മലയിടിഞ്ഞ മേഖലയെ ഡ്രോൺ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നാളെ മുതൽ ഡ്രോൺ പറത്തുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അനുവാദമില്ലാതെ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കാൻ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് കർണാടക പോലീസിന് തീരുമാനം. ഇന്നിപ്പോൾ ഈ പരിശോധനാ സംഘത്തിൻ്റെ ഡ്രോണ് രാവിലെ വെള്ളത്തിലേക്ക് വീണു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പരിശോധന തുടരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനായി പുതിയ ആധുനിക യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ഈ നദിയുടെ അടിയൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്ക്, അതായത് ഈ നദിക്കടിയിലേക്ക് മുങ്ങൽ വിദഗ്ധർ അല്ലെങ്കിൽ നാവികസേന NDRF സംഘങ്ങൾക്കൊന്നും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അത് ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും ഇനി അങ്ങനെയുള്ള പ്രവേശനമുണ്ടെങ്കിൽ എന്നാണ് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ഇതിനായി ഫ്ലോട്ടിംഗ് ഫാൻഡൂൺ ഉപയോഗിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. യന്ത്രങ്ങളെ നദിയുടെ ഉപരിതലത്തിൽ നിന്ന് മണ്ണിനടിയിലേക്ക്, അതായത് ഈ സ്പോട്ടിലേക്ക് ഇറക്കി പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ഈ ഫ്ലോട്ടിംഗ് ഫാൻഡൂൺ ഉപയോഗിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചത്. ഇന്ന് രാത്രിയോടുകൂടി ആ ഫ്ലോട്ടിംഗ് ഫാൻഡൂൺ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഇതുവരെ മനുഷ്യ സാന്നിധ്യം ഈ പ്രദേശത്ത് കണ്ടെത്തിയിട്ടില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. അതിനുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. 2 ഡ്രഡ്ജർ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഇത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും പ്രധാന പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. ഈ ഒരു മോശമായ കാലാവസ്ഥ ഇപ്പോഴും ഈ തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. എന്തായാലും തെരച്ചിൽ വീണ്ടും തുടരും, നാളെയും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒഴുക്കുള്ള വെള്ളത്തിൽ ഉറച്ചു നിൽക്കാൻ അതിന് ഈ ഫ്ലോട്ടിംഗ് ഫാൻഡൂൺ പോലുള്ള ഉപകരണങ്ങൾ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നും പറയുന്നുണ്ട്. ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ 3ാം സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ തെരച്ചിൽ നടക്കുന്നത്. മറ്റൊന്ന്, പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ ഈ തെരച്ചിലിനായി ഉപയോഗിക്കും എന്ന വിവരം ഇന്ന് പുറത്തു വന്നിരുന്നു. അതിന് കാരണം ഈ ഗംഗാവലിയുടെ ആഴങ്ങളെക്കുറിച്ച്, ഗംഗാവലിയുടെ ഒഴുക്കിനെക്കുറിച്ച്, ഗംഗാവലിയുടെ രൗദ്രഭാവത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകൾ ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ്. ഈ പുഴയിൽ മീൻ പിടിക്കുന്ന ആളുകളാണ്. അവരുടെ സേവനമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്ക് എളുപ്പത്തിൽ ഈ ലോറിയുടെ അടുത്തെത്താമെന്നൊരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ തെരച്ചിലിനായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കുക എന്നൊരു കാര്യത്തിലേക്ക് ഈ ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത്. 3ാം സ്പോട്ട് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ തെരച്ചിലെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ തെരച്ചിലിൻ്റെ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് കൈമാറാനും തീരുമാനമായിട്ടുണ്ട്. NDRF, SDRF, നാവികസേന, കരസേന എന്നിവരുടെ തെരച്ചിലിൻ്റെ റിപ്പോർട്ടാണ്, ഈ ദൗത്യത്തിൻ്റെ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർക്ക് കൈമാറുക. ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് മന്ത്രിമാർ എത്തിയിരുന്നു, ഇവിടെ അവലോകന യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരച്ചിൽ ഊർജിതമാക്കണം എന്നുള്ള ഒരു ഉപാധി, അതായത് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്പോട്ട്, അതായത് ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചിരുന്നു. അർജുനെ കണ്ടെത്തുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. എന്തായാലും നാളെയും
ഈ കരസേനയും അതുപോലെ തന്നെ നാവികസേനയും ഈ തെരച്ചിലിൽ ഊർജിതമായി പങ്കെടുക്കും. ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ലോറി കിടക്കുന്ന സ്ഥലം, അത് എങ്ങനെയാണ് അതിൻ്റെ ക്യാബിൻ എന്നൊക്കെ കണ്ടുപിടിക്കണം, അതിൻ്റെ ചിത്രങ്ങൾ ശേഖരിക്കണം. ഒപ്പം അടിയൊഴുക്ക് ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. 6.8 നോട്ടാണ് ഇപ്പോൾ ഈ പുഴയുടെ അടിയൊഴുക്കുള്ളത്. അത് കുറയുന്നത് വരെ കാത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള സമയമില്ല. അത് ഏകദേശം കുറയണമെങ്കിൽ 2 മാസത്തോളം സമയമെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അപ്പോൾ അതിനനുസരിച്ച് ആധുനിക യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ച് പരിശോധന നടത്താനുള്ള തീരുമാനമാണ്. ആധുനിക ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നാളെ നടത്താനിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ മുൻപേ വേണ്ടതായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്തായാലും ഇനിയെങ്കിലും കണ്ടെത്താനാകട്ടെ എന്നാണ് നമ്മളും മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഉള്ളത്, ഈ മേഖല, അതായത് ഷിരൂരിലെ ഇപ്പോൾ ഈ കുന്നിടുണ്ടായ മേഖല, അത് പരിസ്ഥിതി ലോല മേഖലയാണെന്നും അത് കൃത്യമായ പഠനം നടത്തി നേരത്തെ തന്നെ അത് സർക്കാരിന് സമർപ്പിച്ചതുമാണ്. എന്നിട്ടും അവിടെ ദേശീയപാത നിർമ്മിച്ചപ്പോൾ ഇതൊന്നും പരിഗണിക്കാതെയാണ് ആ പാത നിർമ്മാണം ഉണ്ടായത് എന്ന് പറയുന്ന റിപ്പോർട്ട്, അല്ലെങ്കിൽ ആ വാർത്ത അത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കൃത്യമായി നേരത്തെ പഠനം നടത്തി കൃത്യമായി ലൊക്കേറ്റ് ചെയ്തത് ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്, അത് പരിസ്ഥിതി ലോല മേഖലയാണ്, ഇതൊക്കെ സർക്കാരിനെ ബോധിപ്പിച്ചതായിട്ടും എന്തുകൊണ്ടാണ് ദേശീയപാത നിർമ്മിച്ചപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിക്കാതെ നിർമ്മാണം നടന്നത് എന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുന്നുമുണ്ട് ഈ അപകടത്തിന് ശേഷം. എന്നാൽ നമ്മുടെ കമന്റ് ബോക്സിലും ഒരുപാട് പേർ ഈ വാർത്തയുമായി ഇന്നും കമന്റിൽ നിറയുന്നുണ്ട്. അത്തരം കമന്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയേണ്ടത്, എടുത്തു പറയേണ്ടത്, ഈ 11 ദിവസമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ദൗത്യത്തിൽ പങ്കുചേരുന്ന ആൾക്കാരുടെയൊക്കെ മനോഭാവമാണ്. അവർ ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെയാണ് ഈ വർക്കിൽ ഇടപെടുന്നത്. ഒരു പക്ഷേ അവർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിലെ ആ പിഴവ് അതൊരു വലിയ പിഴവ് തന്നെയാണ്. അതോടൊപ്പം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരടക്കം ഇപ്പം നമ്മളുടെയൊക്കെ ആൾക്കാരുടെ അവസ്ഥ നമുക്ക് നേരിട്ടറിയാം അല്ലേ. എല്ലാവരും വളരെ ടയർഡാണ്. ഇപ്പം നമ്മൾ ടയർഡാണ്. കൃത്യസമയത്ത് ഭക്ഷണമോ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. അതൊരു വളരെ റൂറൽ ആയിട്ടുള്ള സ്ഥലമാണ്. ഗോത്രവർഗ്ഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ഒരു കുപ്പിവെള്ളം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്. അവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു പെട്ടിക്കടകൾ അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പൊ ലേഖാജയം പറയുന്നുണ്ടോ, അത് അരുൺ പാറയ്ക്കലിന്റെ മുഖത്ത് ക്ഷീണം തോന്നുന്നു. അത് സത്യമാണ്. ഈ പറയുന്ന അവിടെ പോയിരിക്കുന്ന എല്ലാവരും, എല്ലാ മാധ്യമ പ്രവർത്തകരും, നമ്മുടെ ചാനൽ മാത്രമല്ല മറ്റുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇതേ അവസ്ഥയുണ്ട്. ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര, അത് റിപ്പോർട്ട് ചെയ്യുക, കൃത്യമായി വിഷ്വൽസ് എത്തിക്കുക. അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടതാണ് അവിടെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ പങ്കുചേരുന്ന ഓരോ ജീവനക്കാരും, ഓരോ ഉദ്യോഗസ്ഥരും, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും അവർ കൈമെയ് മറന്നവിടെ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് ദൗർഭാഗ്യകരം. അപ്പോൾ നമുക്കൊരു ഇടവേളയിലേക്ക് പോകാൻ സമയമാവുന്നു. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ ഇനിയുള്ള ഒരു മാസക്കാലം ഏതാണ്ട് അത് പാരീസിലായിരിക്കും. ഒളിമ്പിക്സിൻ്റെ കേളികുട്ടോടെ ഉരുകയാണ്. അല്പസമയത്തിനകം അവിടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ഇപ്പോൾ അതിന് വിശേഷങ്ങളിലേക്ക് പോകാനുണ്ട്. ഷിരൂരിലെ രക്ഷാദൗത്യം 11ാം ദിവസവും ഫലം കണ്ടില്ല. ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് വെല്ലുവിളി. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന് ഉത്തര കന്നഡ കലക്ടർ. നദിയിൽ ഉറപ്പിക്കാവുന്ന ചങ്ങാടങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കും. പ്രതിസന്ധിയിലും ദൗത്യം തുടരുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നാവികസേനയുടെ കൂടുതൽ സഹായം തേടി പ്രതിരോധ മന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത്. അർജുന്റെ കുടുംബത്തിനു നേരെയുള്ള സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. നീറ്റ് പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 17 വിദ്യാർത്ഥികൾക്ക് 1ാം റാങ്ക്. നീറ്റ് UG ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലമറിയാം. കൗൺസിലിംഗിന്റെ സമയക്രമം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് NTA. കാരണം റീനീറ്റ് വരുമെന്ന് പേടിച്ച് ഒരു ആശങ്കയിലായിരുന്നു. ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കണ്ണൂർ സ്വദേശി ശ്രീനന്ദ് ശർമിളിന് 1ാം റാങ്ക്. KPCC യോഗത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായ വിമർശനത്തിന് പിന്നാലെ കോൺഗ്രസിൽ പുതിയ പോര്. തിരുവനന്തപുരം DCCയുടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് VD സതീശൻ. പാർട്ടിയിൽ പറഞ്ഞതും പറയാത്തതും പുറത്തുവിടുന്നത് ആരാണെന്ന് നേതൃത്വം അന്വേഷിച്ചാൽ നന്നായിരിക്കുമെന്ന് VD സതീശൻ. ജനാധിപത്യത്തിൽ വിമർശനം സ്വാഭാവികമെന്ന് K സുധാകരൻ. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷിക ദിനത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി. നിഴൽ യുദ്ധം നടത്തി തോൽപ്പിക്കാനാകില്ല. പാകിസ്ഥാന്റെ ദുഷ്ടലക്ഷ്യങ്ങൾ തകർക്കുമെന്നും മോദി. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിച്ച് പ്രധാനമന്ത്രി. തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് കോടികൾ തട്ടിയ ജീവനക്കാരി കീഴടങ്ങി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് അസിസ്റ്റന്റ് മാനേജർ ധന്യ മോഹൻ. വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി ധന്യ തട്ടിയത് 20 കോടിയോളം രൂപ. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരന് അറസ്റ്റിൽ. പിടിയിലായത് ഉടുപ്പിയിൽ നിന്ന്.
തിരുവല്ലയിൽ കാറിൽ ദമ്പതികൾ വെന്തുമരിച്ച സംഭവം ആത്മഹത്യയെന്ന് പോലീസ്. ഏകമകൻ ലഹരിക്കടിമയെന്ന് ആത്മഹത്യാക്കുറിപ്പ്. നിർത്തിയിട്ട കാറിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുകലശ്ശേരി സ്വദേശി രാജു തോമസിനെയും ഭാര്യ ലൈജി തോമസിനെയും. കൊല്ലം പരവൂരിൽ മകന്റെ മർദ്ദനമേറ്റ് കിടപ്പ് രോഗിയായ പിതാവിന് ദാരുണാന്ത്യം. പാലക്കാട് ഗായത്രിപ്പുഴയിലെ കുത്തൊഴുക്കിൽ സ്കൂളിലേക്ക് കുട്ടികളുടെ സാഹസിക യാത്ര. ദൃശ്യങ്ങൾ 24-ന്. കൈകോർത്ത് പിടിച്ച വിദ്യാർത്ഥികൾ നദി കടക്കുന്നത് മുതലമട ചുള്ളിയാർ മീട്ടൽ. 2018 പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം. മാലിന്യ പ്രശ്നത്തിൽ തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകൾക്ക് ഹൈക്കോടതിയുടെ വിമർശനം. തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥ പരിതാപകരമെന്ന നിരീക്ഷണം. ആമിഴഞ്ചാൻ തോട്ടിൽ മാലിന്യമെറിയുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് കോടതി. തിരുവനന്തപുരം കോർപ്പറേഷനുമായി സഹകരിക്കുമെന്ന് റെയിൽവേ. ഗവി പത്തനംതിട്ട പാതയിൽ KSRTC ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. സംഭവം ഇന്നലെ വൈകിട്ട് കൊച്ചുപമ്പയിൽ. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കൊല്ലം കുളത്തൂപ്പുഴ 50 ഏക്കറിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. മറ്റു ചില വാർത്തകൾ കൂടി വളരെ വേഗം പരിശോധിക്കാം. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. 17 വിദ്യാർത്ഥികൾക്കാണ് 1ാം റാങ്ക്. കണ്ണൂർ സ്വദേശി ശ്രീനന്ദ് ശർമിൾ 1ാം സ്ഥാനത്തുള്ള ഏക മലയാളിയായി മാറി. ഏറ്റവും കൂടുതൽ 1ാം റാങ്കുകാർ രാജസ്ഥാനിൽ നിന്നാണ്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് തെറ്റായ ചോദ്യങ്ങൾക്ക് നൽകിയ അധിക മാർക്ക് കുറച്ച ശേഷമുള്ള ഫലമാണിന്ന് പ്രസിദ്ധീകരിച്ചത്. നീറ്റ് UG ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. നീറ്റ് UG കൗൺസിലിംഗിന്റെ സമയക്രമവും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് NTA അറിയിച്ചിട്ടുണ്ട്. അവർ പുനർനിർണയിച്ച നീറ്റ് റാങ്ക് പട്ടികയിൽ കേരളത്തിൽ നിന്ന് 1ാം റാങ്ക് ഒരാൾക്കാണെന്ന് പറഞ്ഞു. കണ്ണൂർ സ്വദേശി ശ്രീനന്ദ് ശർമിലാണ് ആ നേട്ടം സ്വന്തമാക്കിയത്. പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിലായിരുന്നു പരിശീലനം. സ്ഥാപന ഡയറക്ടർ ജോർജ് തോമസ് P. ശ്രീനന്ദിന് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ഓൾ ഇന്ത്യ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് ബ്രില്യൻറ്റ് നൽകുന്ന സ്കോളർഷിപ്പാണ് 1 കോടി രൂപ. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വിധിയിലേക്ക് വന്നതിൽ. കാരണം റീനീറ്റ് വരുമെന്ന് പേടിച്ച് ഒരു ആശങ്കയിലായിരുന്നു. ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചോയ്സിന്റെ പ്രശ്നമില്ല. എവിടെയായിരിക്കും തിരഞ്ഞെടുക്കുക? ഡൽഹി എയിംസിൽ. അതെ, 10th വരെ ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് +1 +2 കോട്ടയത്ത് KE സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. അവിടെ സ്കൂളിനൊപ്പം ബ്രില്യൻ കോച്ചിങ്ങും കൊണ്ടുപോയിരുന്നു. യെസ്, അപ്പോൾ കണ്ണൂരിന് അഭിമാനമാണ് ശ്രീനന്ദ്. തീർച്ചയായിട്ടും. ഇനി നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകളുടെ സമയമാണ്. പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ടേക്കായിരിക്കും, പാരീസിലേക്കായിരിക്കും. പാരീസിലേക്കാണ് പോകുന്നുണ്ടോ? അതെ, നമുക്ക് പോകാം നേരെ ഒളിമ്പിക്സ് വിശേഷങ്ങളിലേക്ക്. പാരീസ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഫാഷനബിൾ ആയ സിറ്റി എന്നാണ് അല്ലേ? ഫാഷന്റെ ഉത്ഭവം എല്ലാം അവിടെ നിന്നാണെന്നാണ് പറഞ്ഞത്. ഫാഷൻ മാത്രമല്ല, ഏറ്റവും നൂതനമായിട്ടുള്ള കൺസ്ട്രക്ഷൻ നിർമ്മിതി, പ്രത്യേകിച്ച് ഈഫിൽ ടവർ ഒക്കെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ 100 വർഷത്തിന് ശേഷമാണ് പാരീസിലേക്ക് ഒളിമ്പിക്സ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു എന്താണ് പറയുക, ഒരിക്കലും മറക്കാനാവാത്ത വിധം വലിയ ആഘോഷവും ഉത്സവവും ഒക്കെ ആക്കി മാറ്റുകയാണ് പാരീസിലെ ആൾക്കാർ. അതെ, പാരീസ് ഒളിമ്പിക്സിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ്. സിറ്റി ഓഫ് ലൈറ്റ്, ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിന്റെ വെളിപ്പേര. ഇനിയുള്ള 17 ദിവസക്കാലം പാരീസിന്റെ പ്രഭാവലയത്തിലായിരിക്കും കായിക ലോകം. പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഇത് 3ാം തവണ. 1900, 1924, ഇപ്പോൾ 2024. ലണ്ടന് ശേഷം 3 തവണ ഒളിമ്പിക്സിന് വേദിയാകുന്ന 2ാം നഗരമാണ് പാരീസ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ ബാരൻ പിയറി ഡി കുബർട്ടിന്റെ ജന്മനാട്ടിൽ ഗെയിംസ് തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
206 രാജ്യങ്ങളിൽ നിന്നായുള്ള 10,500 കായിക താരങ്ങളാണ് മഹാമേളയിൽ മാറ്റുരയ്ക്കുക. 1900 ഒളിമ്പിക്സിലെ വനിതാ പ്രാതിനിധ്യത്തിന് തുടക്കം കുറിച്ച പാരീസ് ഇത്തവണ ലിംഗസമത്വ ഒളിമ്പിക്സ് എന്ന പേരിലാണ് ചരിത്രമെഴുതുന്നത്. 50:50 എന്നതാണ് ഇത്തവണത്തെ സ്ത്രീ പുരുഷ അനുപാതം. സാങ്കേതിക ഉദ്യോഗസ്ഥരിലെ വനിതകളുടെ എണ്ണം 40% ഉയർത്തിയിട്ടുണ്ട് ഇത്തവണ. പാരീസ് നഗരത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള 16 വേദികളിലായാണ് മത്സരങ്ങൾ. സ്റ്റാഡെ ഡി ഫ്രാൻസ് ആണ് പ്രധാന വേദി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് വേദിയാവുന്ന റോളൻ ഗാരോസ് മുതൽ സെൻ നദിയിൽ വരെ മത്സരങ്ങൾ നടക്കും. 32 ഇനങ്ങളിലായി 329 മത്സരങ്ങൾ ഇത്തവണത്തെ ഒളിമ്പിക്സിൽ. ബ്രേക്ക് ഡാൻസ് ആണ് അരങ്ങേറ്റം കുറിക്കുന്ന മത്സര ഇനം. എന്നും പുതുമകളെ സ്വീകരിച്ച നഗരമാണ് പാരീസ്. ഒളിമ്പിക്സിലും അതിൽ മാറ്റമില്ല. ഒളിമ്പിക്സിന്റെ 128 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഉദ്ഘാടന ചടങ്ങുകൾ സ്റ്റേഡിയത്തിന് പുറത്തു നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 3 ലക്ഷം പേരുടെ സാന്നിധ്യവുമായി കാണികളുടെ എണ്ണത്തിലും റെക്കോർഡിടും പാരീസ്. സെൻ നദിയാണ് ഉദ്ഘാടന ചടങ്ങിന്റെ പ്രധാന ആകർഷണം. നദിയിൽ ബോട്ടിൽ കയറിയായിരിക്കും താരങ്ങളുടെ മാർച്ച് പാസ്റ്റ്. ഇത്തവണയും ആരായിരിക്കും ഒളിമ്പിക് ദീപം തെളിയിക്കുക എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. ഇന്ത്യൻ പ്രതീക്ഷകളുമായി 117 താരങ്ങളാണ് പാരീസിൽ മത്സരിക്കുന്നത്. 16 മത്സരങ്ങളിലാണ് ഇന്ത്യൻ പ്രാതിനിധ്യം. 7 മലയാളികളും ഇന്ത്യൻ സംഘത്തിലുണ്ട്. അപ്പോൾ ലോകത്തിന്റെ കണ്ണും മനസ്സും എല്ലാം പാരീസിലേക്ക് ചുരുങ്ങുകയാണ്. 33ാമത് ഒളിമ്പിക്സിന് തുടക്കമായി എന്നാണ് തോന്നുന്നത്. അതെ, അല്ലേ? ഏറ്റവും ഔദ്യോഗിക ഒടുവിൽ വരുന്ന ഉദ്ഘാടനം റിപ്പോർട്ടുകൾ അനുസരിച്ച് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ മാർച്ച് പാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.